ഹലോ, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു സാൻസിയ ടോക്സ്. ഇന്നലെ നമ്മൾ പങ്കുവച്ച ആദ്യത്തെ വീഡിയോയ്ക്ക് നിങ്ങളെല്ലാവരും തന്ന ആ വലിയ സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി കേട്ടോ. നിങ്ങളുടെ ആ ഒരു സ്നേഹമാണ് ഇന്നത്തെ ഈ രണ്ടാമത്തെ വീഡിയോ ചെയ്യാൻ എനിക്ക് ഏറ്റവും വലിയ ഇൻസ്പിറേഷൻ തന്നത്. ഇന്ന് നമ്മളുടെ കൂടെ തേനിക്കുട്ടിയുടെ മുത്തശ്ശിയും കൂടിയുണ്ട്. ഇനി മുതൽ നമ്മുടെ വീഡിയോയിൽ ഇടയ്ക്കിടയ്ക്ക് മുത്തശ്ശീനെ കാണാൻ പറ്റും. കാരണം മുത്തശ്ശി നമ്മളിവിടെ നിൽക്കാൻ വന്നിരിക്കുകയാണ്. ഇനി കുറച്ച് ദിവസം നമ്മളുടെ കൂടെ മുത്തശ്ശീനെ കാണാൻ പറ്റും. തേനു അത് കാരണം മുത്തശ്ശീനായിട്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. തേനുവിന് ഇനി മുതൽ കളിക്കാനൊരു കൂട്ടായ കാരണം തേനിക്കുട്ടിക്ക് ഭയങ്കര സന്തോഷമായിട്ടിരിക്കുകയാണ്. ഇന്ന് കാലത്ത് തന്നെ കുറേ പഠിക്കാനുണ്ടായിരുന്നു. പിന്നെ കാലത്ത് ട്യൂഷനും ഉണ്ടായിരുന്നു. അതാണ് ഈ കാണുന്നത്. മുത്തേനായിട്ട് കളിയൊക്കെ കഴിഞ്ഞതിന് ശേഷം തേനിക്കുട്ടി കിടന്നുറങ്ങാനായിട്ട് പോയി. അങ്ങനെ ഉറങ്ങി എണീറ്റപ്പോഴത്തേനും തേനുവിൻ്റെ ആൻറ്റിമാർ വന്ന്, തനു ആൻറ്റി വന്ന്, ദേവുട്ടി ചേച്ചിയൊക്കെ വന്ന് അവരായിട്ട് കളിക്കാനായിട്ട് തുടങ്ങി. തേൻ്റെ കയ്യിലൊരു ഡപ്പ ഉണ്ടായിരുന്നു. അത് കാണാണ്ടായിട്ടാണ് ആളിങ്ങനെ കിടന്ന് തിരിയണത് കേട്ടോ. അങ്ങനെ തേനിക്കുട്ടി തനു ആൻറ്റിനൊക്കെ ആയിട്ട് കളിച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ ദേവുട്ടി ചേച്ചി വന്നിട്ട് ദേവുട്ടി ചേച്ചിനോട് നോ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ കാണുന്നത്. ദേവുട്ടി ചേച്ചിനായിട്ട് ഭയങ്കര കൂട്ടാണ്. ദേവുട്ടി ചേച്ചി തേനും ഭയങ്കര കമ്പനിയാണ്. അതുപോലെ തന്നെ ഇന്നും നല്ല മഴയുള്ള ദിവസമാണ്. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ തേനിക്കുട്ടിക്ക് വാശിയായി. ഇഞ്ഞ കുടിക്കണം എന്ന് പറഞ്ഞിട്ട് ഭയങ്കര വാശിയായിരുന്നു. ആള് സ്വഭാവമൊക്കെ മാറ്റി തുടങ്ങി. കരച്ചിലായി, വിളിച്ചിലായി. അങ്ങനെ ഞാൻ അവളുടെ പിന്നാലെ പോകണം. അവൾ എന്നെ വിളിച്ചുകൊണ്ടും പോകണമാണ് ഈ കാണുന്നത് കേട്ടോ. ബാബാ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ ചെന്ന് തേനിക്കുട്ടിക്ക് പാലൊക്കെ കൊടുത്ത്. തേനിക്കുട്ടി പാൽ കുടിക്കണത് കാണാൻ നല്ല രസമാണ് കേട്ടോ. ഒളിച്ചേ കണ്ടൊക്കെ കളിക്കും, പാലുടിക്കുമ്പോൾ ആൾക്ക് എന്തെങ്കിലും ഒരു എൻ്റർടൈൻമെൻറ്റ് വേണം. പാലുടിക്കുന്ന സമയത്ത് ഇടയ്ക്ക് കണ്ണിലൊക്കെ ഇട്ട് കുത്തുകയും ചെയ്യും, പിച്ചുകയും ചെയ്യും. എന്നാലും പാലുടിക്കണ കാണാൻ നല്ല രസമാണ്. തേനിക്കുട്ടീനെ ഇനിയും നല്ലോണം പാലുടിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. അവൾക്ക് ഇഷ്ടമുള്ളവരെയും പാലുടിച്ചോട്ടെ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നടക്കുമെന്ന് അറിയൂല. അതൊക്കെ കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ അപ്പുറത്തെ വീട്ടിൽ ആ കുട്ടി വന്ന് അവനായിട്ടായിരുന്നു പിന്നെ കളി. തേനുവിനെ അങ്ങനെ അറിയണ ആൾ തന്നെ വേണമെന്നില്ല. തേനുവിൻ്റെ പ്രായമുള്ള ആരായാലും തേനുവിനെ കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അവനായാലും തേനുവിനായിട്ട് നല്ല കമ്പനിയാണ് കളിക്കാനൊക്കെ ആയിട്ട്. അവൻ വീട്ടിൽ വാശി പിടിച്ചിട്ട് അവൻ്റെ അച്ഛമ്മനായിട്ട് വീട്ടിലോട്ട് വന്നതാണ് തേനുവിനായിട്ട് കളിക്കാനായിട്ട്. അങ്ങനെ രണ്ടുപേരും കൂടി നല്ല കളിയായിരുന്നു. അങ്ങനെ വൈകിട്ടൊക്കെ ആയപ്പോഴത്തേനും തേനുവിൻ്റെ കുളിയൊക്കെ കഴിഞ്ഞ് ഞാൻ പഠിക്കാനിരുന്നപ്പോൾ അവൾ വന്ന് എൻ്റെ അടുത്തിരിക്കണതാണ് കാണുന്നത്. ഞാൻ പഠിക്കാൻ വന്നിരുന്നെങ്കിൽ ലാപ്ടോപ്പുമൊക്കെ കയറിയിരിക്കലും ചവിട്ടലും കാര്യങ്ങൾ എന്താണ് അതിനകത്ത് നടക്കണതെന്നൊക്കെ കാണാൻ ആൾക്ക് ഇഷ്ടം. പിന്നെ രാത്രി ആയപ്പോൾ അമ്മാമ്മനായിട്ട് കളിക്കാനാണ് കാണുന്നത്. അമ്മാമ്മനെ ബെഡുമ്മ കയറി ചാടും, ഇറങ്ങും, കുളം കരയാണ് ആളിപ്പോൾ കളിച്ചുകൊണ്ടിരിക്കണത്. ബെഡുമ്മ കയറി ഇരുന്ന് ഡാൻസ് കളിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ ഞാനെന്ന് വിചാരിച്ച് തേൻകുട്ടി ഇന്ന് അമ്മാമ്മനായിട്ട് കിടന്നുറങ്ങുന്നു കേട്ടോ. ഞാനും തേനിക്കുട്ടിയും ഒട്ടും മാറിക്കിടന്നിട്ടില്ല. ഒരുമിച്ച് തന്നെ ഇത്രയും നാളായിട്ട് കിടന്നിട്ടുള്ളൂ. അപ്പം ഞാൻ ഇങ്ങനെ കിടക്കുന്നുണ്ടപ്പോൾ ഞാൻ വിചാരിച്ച് തേനിക്കുട്ടി കിടന്നോളും എന്ന് വിചാരിച്ച്. അപ്പം ഞാൻ തേനിക്കുട്ടീനോട് പറഞ്ഞു അമ്മ കിടക്കാൻ പോകണട്ടാന്ന് പറഞ്ഞ് ഞാൻ എണീറ്റ് പോവാണ്. പോയി കഴിഞ്ഞ് തിരിഞ്ഞു നോക്കിയപ്പോൾ ഒരാൾ പിന്നാലെ വരണേ, അമ്മേന്ന് വിളിച്ചിട്ട് പിന്നാലെ വരണേ. അപ്പം ഞാൻ പറഞ്ഞ് നീ കിടക്കണില്ലേ തേനു? അപ്പം നോ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് അവളോട് കിടക്കാൻ പറഞ്ഞപ്പോൾ അവളവിടെ സൈഡിൽ എന്തോ ടോയ് ഉണ്ട്, അതെടുക്കാൻ തന്നെയാണ് പോണത്. അതെടുത്ത് അതൊന്ന് നോക്കി. അത് കഴിഞ്ഞിട്ട് ഞാൻ കിടക്കാൻ പറഞ്ഞപ്പോൾ ഓടി വന്ന് കിടക്കണാണ് കാണുന്നത് കേട്ടോ. കിടന്നതിന് ശേഷം കുറേ നേരം കഴിഞ്ഞിട്ടാണ് തേനിക്കുട്ടി കിടന്നുറങ്ങിയത്. ഒളിച്ചേ കണ്ടൊക്കെ കളിച്ച് ഒരു 12 മണിയൊക്കെ ആയപ്പോഴാണ് കിടന്നത്. തേനുവിൻ്റെ അച്ഛൻ ഇല്ല, കാരണം നേരം വൈകി വരുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ടാറ്റയും ഉമ്മയൊക്കെ തന്ന് തേനിക്കുട്ടി ഗുഡ് നൈറ്റൊക്കെ പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കിടന്നുറങ്ങി. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.